ഓം ശാന്തി. 18/1/2008. സത്യമായ സ്നേഹിയായി മാറി എല്ലാ ഭാരങ്ങളും ബാബയ്ക്ക് കൊടുത്ത് ആനന്ദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ അനുഭവം ചെയ്യൂ. പരിശ്രമത്തിൽ നിന്നും മുക്തരാകും. ഇന്ന് ബാബ്ദാദ തൻ്റെ 4 ഭാഗത്തുള്ള നിശ്ചിന്ത ചക്രവർത്തികളുടെ സംഘടന കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും വലിയ ചക്രവർത്തികളുടെ സഭ മുഴുവൻ കൽപ്പത്തിലും ഈ സംഗമയുഗത്തിൽ മാത്രമാണ് ഉണ്ടാകുന്നത്. സ്വർഗത്തിൽ പോലും ഇത്രയും വലിയ സഭ, ചക്രവർത്തിമാരുടെ സഭ ഉണ്ടായിരിക്കില്ല. എന്നാൽ ഇപ്പോൾ ബാബ്ദാദ സർവ ചക്രവർത്തികളുടെയും സഭ കണ്ട് സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ചക്രവർത്തികളുടെ സഭ എന്ന് പറഞ്ഞാൽ നിശ്ചിന്ത ചക്രവർത്തികൾ, ചിന്തയില്ലാത്ത ചക്രവർത്തികൾ, ഇതാണ് ബാബ പറയണത്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ബാബ ഇതും കൂടി എടുത്ത് പറഞ്ഞു, മുഴുവൻ കൽപ്പത്തിൽ ഈ സംഗമയുഗത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, സത്യയുഗത്തിൽ പോലും ഇത്രയും വലിയ സഭ ഉണ്ടാകില്ല. കാരണം എന്താ വെച്ചാൽ ഈ സമയത്ത് മാത്രമാണ് പ്രശ്നങ്ങളുടെ ഇടയിൽ ഇരുന്നു കൊണ്ടും യാതൊരു വിധത്തിലുള്ള വ്യാകുലതകളോ ചിന്തകളോ ഇല്ലാതെ ശാന്തമായിരിക്കുന്ന സമയം അത് ഈ സമയത്ത് മാത്രമാണ്. ബാക്കി സത്യയുഗത്തിൽ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ നിശ്ചിത ചക്രവർത്തി എന്ന് പറയാൻ കഴിയില്ല. ഇവിടെ എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പ്രശ്നങ്ങളുടെ നടുവിൽ ജീവിച്ചിട്ടും നിശ്ചിന്തമായിട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബാബ ഇത്രയും വലിയ ചക്രവർത്തികളുടെ സഭ മുഴുവൻ സംഗമയുഗത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, സത്യയുഗത്തിൽ പോലും ഉണ്ടാവില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ദൂർ വാലെ ഭി ദിൽ കെ നസ്തിക് ദിക്കായി ദേ രഹാ ഹൈ. ദൂരെ ഇരിക്കുന്നവരാണെങ്കിൽ പോലും മനസ്സിൻ്റെ സമീപത്തായിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആപ് സബ് നയനോമേ, നിങ്ങളെല്ലാവരും കണ്ണുകളിൽ ലയിച്ചിരിക്കുന്ന കുട്ടികളാണ്. വോ ദിൽമേ സമായ ഹുയി ഹെ. മുന്നിലിരിക്കുന്നവരെല്ലാവരും കണ്ണുകളിൽ ഇരിക്കുന്നവരാണ്. പക്ഷേ ദൂരെ ഇരിക്കുന്നവർ ഹൃദയത്തിൽ ലയിച്ചിരിക്കുന്നവരാണെന്ന് പറയാണ് ബാബ. കിത്തനി സുന്ദർ സഭ ഹെ. എത്ര സുന്ദരമായ സഭയാണ്. ആജിക്ക് വിശേഷ ദിവസ് പർ, ഇന്നത്തെ വിശേഷ ദിവസത്തിൽ എല്ലാവരുടെ മുഖത്തിലും അവ്യക്ത സ്ഥിതിയുടെ, സ്മൃതിയുടെ തിളക്കമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവ്യക്ത സ്ഥിതിയുടെ, സ്മൃതിയുടെ തിളക്കമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. सबके दिल में ബ്രഹ്മ ബാബ की സ്മൃതി സമായി ഹുയി ഹെ. എല്ലാവരുടെ ഹൃദയത്തിലും ബ്രഹ്മ ബാബയുടെ സ്മൃതി അടങ്ങിയിട്ടുണ്ടായിരുന്നു. आदिदेव ब्रह्मा बाप और शिव बाबा दोनों ही सर्व बच्चों को देख हर्षित हो रहे हैं. ആദിദേവനായ ബ്രഹ്മ ബാബയും ശിവ് ബാബയും രണ്ടുപേരും സർവ കുട്ടികളെയും കണ്ട് സന്തോഷിക്കുകയായിരുന്നു. ആജ് തോ സവേരെ 2 ബജെ സെ ലേക്കർ, ഇന്ന് രാവിലെ അമൃതവേളയിൽ 2 മണി മുതലേ കുട്ടികൾ ബാബ്ദാദയുടെ കഴുത്തിൽ വ്യത്യസ്ത പ്രകാരത്തിലുള്ള മാലകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എ ഫൂലോം കി മാലയും തു കോമൺ ഹെ. ഈ പൂക്കളുടെ മാലകൾ അത് കോമൺ ആണെന്ന് പറയണം ബാബ. ഹീറോം കി മാലയും ബി കോയി ബഡി ബാത്ത് നഹി. വജ്രങ്ങളുടെ മാലയും വലിയ കാര്യമൊന്നുമല്ല. എന്നാൽ സ്നേഹത്തിൻ്റെ അമൂല്യമായ മുത്തുകളുടെ മാല അതിശ്രേഷ്ഠമാണെന്ന് ബാബ പറയാണ്. ഹരേക്ക് ബച്ചയ്ക്ക് ദിൽമേ, ഓരോ കുട്ടികളുടെ ഹൃദയത്തിലും ഇന്നത്തെ ദിവസം സ്നേഹം വിശേഷിച്ച് ഉണർന്നുകൊണ്ടിരിക്കുകയായിരുന്നു.
बाप दादा के पास 4 प्रकार की भिन्न भिन्न मालाएं एमर्ज थी. ബാബ്ദാദയുടെ അടുത്ത് 4 പ്രകാരത്തിലുള്ള വ്യത്യസ്തമായ മാലകൾ എമർജ് ആയിരുന്നു. പെഹല നമ്പർ ശ്രേഷ്ഠ ബച്ചോം കി. ആദ്യത്തെ നമ്പർ ശ്രേഷ്ഠമായ കുട്ടികളുടെ, जो बाप समान बनने की श्रेष्ठ तीव्र पुरुषार्थी बच्चे, അവർ ബാബയ്ക്ക് സമാനമാകുന്നതിൻ്റെ ശ്രേഷ്ഠമായ പുരുഷാർത്ഥി കുട്ടികളാണ്. ഐസെ ബച്ചെ മാലയ്ക്ക് രൂപമേ, ഇങ്ങനെയുള്ള കുട്ടികൾ മാലയുടെ രൂപത്തിൽ ബാബയുടെ കഴുത്തിൽ കോർക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ നമ്പറിൽ മാലയിൽ കുട്ടികളുടെ വിശേഷത ശ്രേഷ്ഠ പുരുഷാർത്ഥി കുട്ടികളാണ്. ബാബയ്ക്ക് സമാനമാകുന്നതിന് വേണ്ടി ശ്രേഷ്ഠ പുരുഷാർത്ഥം ചെയ്യുന്ന കുട്ടികളാണ്. ഇങ്ങനെയുള്ള കുട്ടികൾ മാലയുടെ രൂപത്തിൽ ബാബയുടെ കഴുത്തിൽ കോർക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. പെഹലി മാല സബ്സെ ഛോട്ടി തീ. ആദ്യത്തെ മാല ഏറ്റവും ചെറുതായിരുന്നു. രണ്ടാമത്തെ മാല ദിൽ കെ സ്നേഹ സമീപ സമാൻ ബന്നേ കെ പുരുഷാർത്ഥി ബച്ചോം കി മാല ഹൈ. രണ്ടാമത്തെ മാല ഹൃദയത്തിൻ്റെ സ്നേഹം സമാൻ ബന്നേക്ക്, സമീപവും സമാനവുമാകുന്നതിൻ്റെ പുരുഷാർത്ഥി കുട്ടികളുടെ മാല. വോ ശ്രേഷ്ഠ പുരുഷാർത്ഥി ഏഹ് പുരുഷാർത്ഥി. അപ്പോൾ ബാബ പറയണ ആദ്യത്തെ ഗ്രൂപ്പിലുള്ളവർ ശ്രേഷ്ഠ പുരുഷാർത്ഥി കുട്ടികളും രണ്ടാമത്തെ കുട്ടികൾ പുരുഷാർത്ഥി കുട്ടികളുമാണ്. तीसरी माला थी जो बड़ी थी, वो थी स्नेह भी, बाप की सेवा में साथी भी, लेकिन कभी तीव्र पुरुषार्थी और कभी कभी के तूफानों के समान सामना ज़्यादा करने वाले हैं. ഇനി മൂന്നാമത്തെ പ്രകാരത്തിലുള്ള കുട്ടികൾ, അത് വളരെ വലിയ മാലയായിരുന്നു. സ്നേഹമുണ്ട്, ബാബയുടെ സേവനത്തിൻ്റെ കൂട്ടുകാരുമാണ്, സഹയോഗികളുമാണ്. എന്നാൽ ഇടയ്ക്ക് തീവ്ര പുരുഷാർത്ഥികളായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് കൊടുങ്കാറ്റുകളെ നേരിടുന്നതിൽ കൂടുതൽ സമയം കളയുന്നവരാണ്. കൊടുങ്കാറ്റുകളെ നേരിട്ട്, അതായത് അതിൽ തന്നെ ആ പ്രശ്നത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് സമയം കളയുന്ന കുട്ടികൾ. ലേക്കിൻ ചാഹനെ വാലെ സമ്പന്ന ബന്നെ കി ചാഹന ബി അച്ചി രഹത്തി ഹൈ. എന്നാൽ ആഗ്രഹിക്കുന്നവരാണ്. സമ്പന്നമാകണം എന്നുള്ള ആഗ്രഹം വളരെ നന്നായിട്ടുണ്ട്. ഇനി ബാബ നാലാമത്തെ മാലയെക്കുറിച്ച് പറയണം. ഉല്ലഹൻ വാലോംകി. പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുടെ മാല. ഇങ്ങനെ 4 പ്രകാരത്തിലുള്ള മാലകളാണ് ഉള്ളത്. വ്യത്യസ്ത പ്രകാരത്തിലുള്ള കുട്ടികളുടെ അവ്യക്ത ഫരിസ്ത ഫേസിൻ്റെ രൂപത്തിൽ മാലകളുണ്ടായിരുന്നു. അവ്യക്ത ഫരിസ്ത ഫേസിൻ്റെ രൂപത്തിൽ, മുഖത്തിൻ്റെ രൂപത്തിൽ മാലകൾ ഉണ്ടായിരുന്നു. ബാബ് ദാദാ ഭി ഭിന്ന ഭിന്ന മാതാओं को देख खुश भी हो रहे थे. ബാബ് ദാദയും വ്യത്യസ്ത പ്രകാരത്തിലുള്ള മാലകളെ കണ്ട് സന്തോഷിക്കുകയായിരുന്നു. और स्नेह और सकाश साथ साथ दे रहे थे. സ്നേഹവും സകാശും ഒരുമിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അബി ആപ് സബ് അപ്നെ ആപ്കോ സോച്ചോ മേ കോൻ. അപ്പോൾ ഈ 4 മാലകളിൽ ബാബ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങളൊന്ന് പരിശോധിക്കൂ, ചിന്തിച്ചു നോക്കൂ, ഈ 4 തരത്തിലുള്ള മാലകളിൽ ഗ്രൂപ്പിൽ ഏതിൽ ഞാൻ പെടും. लेकिन चारों ओर के बच्चों में विशेष संकल्प वर्तमान समय दिल में एमर्ज है कि अब कुछ करना ही है. എന്നാൽ 4 വശത്തുള്ള കുട്ടികളിലും വിശേഷ സങ്കല്പം വർത്തമാന സമയത്ത് മനസ്സിൽ എമർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഉമംഗ് ഉത്സാഹ് മെജോറിറ്റി മേ സങ്കല്പ രൂപമേ. ഈ ഉണർവും ഉത്സാഹവും കൂടുതലായിട്ടും സങ്കല്പ രൂപത്തിൽ ഉണ്ടായിരുന്നു കുട്ടികളുടെ. സ്വരൂപമേ നമ്പർവാർ ഹെ ലേക്കിൻ സങ്കല്പമേ ഹെ.
പ്രാക്ടിക്കലിൽ നമ്പർ വൈസ് ആണ്, എന്നാൽ സങ്കല്പത്തിൽ എല്ലാവരുടെ അടുത്തും ഉണർവും ഉത്സാഹം, ഈ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള തോന്നൽ, ആ സങ്കല്പം എല്ലാവരിലും ഉണ്ട്. എന്നാൽ പ്രാക്ടിക്കലിൽ നമ്പർ വൈസ് ആണെന്ന് പറയണം ബാബ. ബാപ്ദാദ സബി ബച്ചോं को आज के स्नेह के दिन, स्मृति के दिन, समर्थ के दिन विशेष दिल की दुआएं और दिल की बधाइयाँ दे रहे हैं. ബാപ്ദാദ എല്ലാ കുട്ടികൾക്കും ഇന്ന് സ്നേഹത്തിൻ്റെ ദിനം, സ്മൃതിയുടെ ദിനത്തിൽ, സമർത്ഥ ദിനത്തിൻ്റെ വിശേഷ ഹൃദയത്തിൽ നിന്നുള്ള ആശീർവാദങ്ങൾ, ഹൃദയത്തിൻ്റെ ആശംസകൾ തന്നുകൊണ്ടിരിക്കുന്ന ദിനമായിരുന്നു. आज का विशेष दिन स्नेह का होने कारण मेजोरिटी स्नेह में खोए हुए है. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കുട്ടികൾ സ്നേഹത്തിൻ്റെ ദിനത്തിൻ്റെ കാരണത്താൽ മെജോറിറ്റി കുട്ടികളും സ്നേഹത്തിൽ മുഴുകിയിരിക്കുന്ന ദിവസമായിരുന്നു. ऐसे ही पुरुषार्थ में सदा स्नेह में खोए हुए रहो. എങ്ങനെ നിങ്ങൾ ജനുവരി 18 ദിവസത്തിൽ സ്നേഹത്തിൽ മുഴുകിയിരുന്നു, അതേപോലെ സദാ നിങ്ങൾ സ്നേഹത്തിൽ മുഴുകിക്കൊണ്ടേയിരിക്കും, ലവ് ലീനമായിരിക്കും. അപ്പോൾ സഹജ സാധന ഹേ സ്നേഹ, സഹജമായ സാധനമാണ് സ്നേഹം. ലൗലീനമായിരിക്കാനുള്ള സഹജമായ വഴിയാണ് സ്നേഹം. ദിൽക്കാ സ്നേഹ്, അതും ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം. എത്രത്തോളം ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹം ഉണ്ടാകുന്നു അത്രയും ലവ് ലീനമായിരിക്കാൻ സാധിക്കും. ബാപ്കി പരിചയക്ക് സ്മൃതി സഹിത് സ്നേഹി ഹെ. ബാബയുടെ പരിചയത്തിൻ്റെ സ്മൃതി സഹിതമായിട്ടുള്ള സ്നേഹം. ബാപ്കി പ്രാപ്തിയോക്ക് സ്നേഹ സമ്പന്ന സ്നേഹ ഹെ. ബാബയുടെ പ്രാപ്തികളുടെ സ്നേഹം സമ്പന്നമായ സ്നേഹമാണ്. स्नेह बहुत सहज साधन है क्योंकि स्नेही आत्मा मेहनत से बच जाती है. സ്നേഹം എന്ന് പറയുന്നത് വളരെ സഹജമായിട്ടുള്ള സാധനമാണ്. കാരണം സ്നേഹി ആത്മാവ് പരിശ്രമത്തിൽ നിന്നും മുക്തമാകുന്നു. സ്നേഹത്തിൽ ലവ് ലീനമായതിൻ്റെ കാരണത്താൽ, സ്നേഹത്തിൽ മുഴുകിയിരിക്കുന്നതിൻ്റെ കാരണത്താൽ കിസി ഭി പ്രകാർ കി മെഹനത്ത്, ഏത് പ്രകാരത്തിലുള്ള പരിശ്രമവും മനോരഞ്ജനത്തിൻ്റെ രൂപത്തിൽ, വിനോദത്തിൻ്റെ രൂപത്തിൽ അനുഭവമാകും. स्नेही स्वदेवी ही देह के बान, देह के संबंध का ध्यान, देह की दुनिया के ध्यान से ऊपर स्नेह में स्वदेवी ही लीन रहता है. സ്നേഹി സ്വതവേ ദേഹത്തിൻ്റെ ബോധത്തിൽ നിന്നും, ദേഹത്തിൻ്റെ സംബന്ധങ്ങളുടെ ശ്രദ്ധയിൽ നിന്നും, ദേഹത്തിൻ്റെ ലോകത്തിൻ്റെ ശ്രദ്ധയിൽ നിന്നൊക്കെ ഉപരിയായി സ്നേഹത്തിൽ സ്വതവേ തന്നെ അവർ ലീനമായിരിക്കും. ദിൽ കാ സ്നേഹ് ബാബ് കെ സമീപ് കാ ഹെ. ഹൃദയത്തിൻ്റെ സ്നേഹം ബാബയുടെ സമീപത്ത് ആയിരിക്കും. സാത്ത് കാ സമാനത കാ അനുഭവ കരാത്ത ഹെ. ബാബ പറയണ ഹൃദയത്തിൻ്റെ സ്നേഹം ബാബയുടെ സമീപതയുടെ, കൂട്ടിൻ്റെ, സമാനതയുടെ അനുഭവമാണ് ചെയ്യിപ്പിക്കുന്നത്. സ്നേഹി സദാ അപ്നെ കോ ബാബ് കി ദുആൻ കി പാത്ര സമജ്തേ ഹെ. സ്നേഹി എപ്പോഴും സ്വയത്തെ ബാബയുടെ ആശീർവാദത്തിന് യോഗ്യമാണെന്ന് മനസ്സിലാക്കും. സ്നേഹ അസംഭവ് കോ ഭി സഹജ അനുഭവ് കർ ദേത്താ ഹെ. സ്നേഹം അസംഭവ്യമായതിനെ പോലും സഹജവും സംഭവ്യവുമാക്കി മാറ്റുന്നു. सदा अपने मस्तक पर, माथे पर बाप के सहयोग का, स्नेह का हाथ अनुभव करते हैं. സദാ തൻ്റെ മസ്തകത്തിൽ, മാथे पर, നെറ്റിയിൽ ബാബയുടെ സഹയോഗത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കൂട്ടിൻ്റെ അനുഭവം ചെയ്യും. നിശ്ചയബുദ്ധി, നിശ്ചിന്തരായിരിക്കും. സ്നേഹികളായിട്ടുള്ളവരുടെ അടയാളങ്ങൾ പറയണം. അവരസംഭവ്യമായതിനെ സംഭവ്യമാക്കി മാറ്റും, സഹജവും സംഭവ്യവും ആക്കി മാറ്റും. പിന്നെ സദാ തൻ്റെ മസ്തകത്തിലും തലയിലും ബാബയുടെ സഹയോഗി, മാത്തേ पर बाबा के सहयोग का, स्नेह का हाथ അനുഭവ करता है. അവരുടെ നെറ്റിയിൽ, മസ്തകത്തിൽ, അതേപോലെ തന്നെ
തലയിൽ ബാബയുടെ സ്നേഹത്തിൻ്റെ കൈ എപ്പോഴും ഉണ്ട് എന്നുള്ള ഒരു അനുഭവം അവർ ചെയ്തുകൊണ്ടേയിരിക്കും. അവർ നിശ്ചയബുദ്ധി നിശ്ചിന്തരായിരിക്കും. आप सभी आदि स्थापना के बच्चों को आदि के समय का अनुभव है. നിങ്ങളെല്ലാ ആദിയിലെ സ്ഥാപനയ്ക്ക് നിമിത്തമായിട്ടുള്ള കുട്ടികൾക്ക് വളരെ നല്ല രീതിയിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട്. अभी भी सेवा के आदि निमित्त बच्चों का अनुभव है. ഇപ്പോഴും സേവനത്തിന് ആദിയിലെ നിമിത്തമായ കുട്ടികൾക്കും അനുഭവമുണ്ട്. कि आदि में सभी बच्चों को बाप मिला, उस स्मृति से स्नेह का नशा कितना था. ആർക്കാണെങ്കിലും എപ്പോൾ ബാബയെ കിട്ടിയോ ആ സമയത്ത് അവർക്ക് സ്നേഹത്തിൻ്റെ അനുഭവം നിറയെ കിട്ടിയിട്ടുണ്ട്. ആ ലഹരി നിങ്ങൾക്ക് ഇല്ലേ എന്ന് ബാബ ചോദിക്കുകയാണ്. നോളജ് തോ പീച്ചെ മിലി. ബാബ പറയണ ജ്ഞാനം നിങ്ങൾക്ക് പിന്നെയാണ് മനസ്സിലായിട്ടുണ്ടാവുക. ലേക്കിൻ പെഹല നശ. എന്നാൽ ആദ്യത്തെ ലഹരി സ്നേഹത്തിൽ മുഴുകിയിട്ടുള്ളതായിരിക്കും. बाप का स्नेह का सागर है तो बाबा स्नेह का सागर है तो मेजॉरिटी बच्चे आदि से स्नेह के सागर में खोए हुए हैं. ബാബ സ്നേഹത്തിൻ്റെ സാഗരനാണ്. അപ്പോൾ ഭൂരിപക്ഷം കുട്ടികളും ആദിസെ സ്നേഹിക്കെ സാഗർമേ തുടക്കം മുതലേ സ്നേഹത്തിൻ്റെ സാഗരത്തിൽ മുഴുകിയിരിക്കുന്ന കുട്ടികളാണ്. പുരുഷാർത്ഥിക്ക് റഫ്തർ മേ ബഹുത്ത് അച്ചേ സ്പീഡ് സെ ചൽ രഹേ ഹെ. പുരുഷാർത്ഥത്തിൻ്റെ ഗതിയിലും വളരെ സ്പീഡായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലേക്കിൻ കയ്യെ ബച്ചെ സ്നേഹിക്കെ സാഗർമേ ഖോ ജാത്തെ. എന്നാൽ പല കുട്ടികളും സ്നേഹത്തിൻ്റെ സാഗരത്തിൽ മുഴുകിയിരിക്കുന്നു. കോയി സിർഫ് ഡുബ്ഖി സാഗർ കെ ബാഹർ ആ ജാത്ത. ചില കുട്ടികൾ ഇങ്ങനെയുള്ളവരുമുണ്ട്. മുങ്ങിയിട്ട് പുറത്തേക്ക് വരുന്ന കുട്ടികളുമുണ്ട്. ചിലർ എപ്പോഴും സാഗരത്തിൽ മുഴുകിയിരിക്കുന്ന കുട്ടികൾ, മുങ്ങിയിരിക്കുന്ന കുട്ടികൾ. ചിലർ മുങ്ങുന്നു, പുറത്തേക്ക് വരുന്നു. इसलिए जितने खोए हुए हैं बच्चों को मेहनत कम लगती है, उतने उन्हों को नहीं है. അതുകൊണ്ട് എത്രത്തോളം മുഴുകുന്നുവോ അത്രയും ആ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്ന കുട്ടികൾക്ക് പരിശ്രമം വളരെ കുറവാണ്. പക്ഷേ ബാബ പറയാണ്, ഇങ്ങനെ മുങ്ങി എഴുന്നേൽക്കുന്നവർക്ക് പരിശ്രമം കൂടുതൽ ചെയ്യേണ്ടതായിട്ട് വരുന്നു. കബി മെഹനത് കബി മൊഹബത്ത് ദോനോമേ രഹത്താ. അവർ ഇടയ്ക്ക് സ്നേഹത്തിലിരിക്കും, ഇടയ്ക്ക് പരിശ്രമിക്കും. ലേക്കിൻ ജോ സ്നേഹമേ ലൗലീൻ രഹത്താ ഹെ. എന്നാൽ ആരാണോ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്നത് അവർ സദാ സ്വയത്തെ കുടക്കീഴിൻ്റെ ഉള്ളിലിരിക്കുന്നതിൻ്റെ അനുഭവം ചെയ്യും. അവർ ദിൽ കെ സ്നേഹി ബച്ചെ മെഹനത് കോ ഭി മൊഹബത്ത് മേ ബദൽ ലേത്താ. ബാബ പറയണ, ഹൃദയത്തിൽ സ്നേഹത്തിൽ ലയിച്ചിരിക്കുന്ന കുട്ടികൾ പരിശ്രമത്തിൽ നിന്ന് പോലും മുക്തരായിരിക്കും. അവർ പരിശ്രമത്തെ സ്നേഹത്തിലേക്ക് പരിവർത്തനപ്പെടുത്തും. उन्हों के आगे पहाड़ जैसे समस्या भी पहाड़ नहीं है, लेकिन रूही समान अनुभव होता है. അവരുടെ മുന്നിൽ ബാബ പറയണം, പർവ്വതം പോലെയുള്ള പ്രശ്നങ്ങൾ പോലും കടുകിന് സമാനമായിട്ടാണ് ഫീലിംഗ് ഉണ്ടാവുക, അനുഭവിക്കുക. കല്ല് പോലും വെള്ളത്തിന് സമാനമായിട്ട് ഫീലിംഗ് ആവും. तो जैसे आज विशेष स्नेह के वायुमंडल में रहे तो अनुभव किया मेहनत है या മനോരഞ്ജൻ ഹുവ. അതുകൊണ്ട് ഇന്ന് വിശേഷിച്ച് സ്നേഹത്തിൻ്റെ വായുമണ്ഡലത്തിലിരിക്കൂ. തോ അനുഭവിക്കുക മെഹനത്ത് ഹെ. ബാബ പറയണം, നിങ്ങൾ അനുഭവം ചെയ്തോ, പരിശ്രമത്തിൻ്റെ ആണോ അനുഭവം ചെയ്തത്, അതോ വിനോദത്തിൻ്റെതാണെന്ന് ചോദിക്കുകയാണ് ബാബ. ആദ്യത്തോ സ്നേഹിക്ക സബുക്കോ അനുഭവ ഹുവാന. ഇന്ന് സ്നേഹത്തിൻ്റെ അനുഭവം എല്ലാവരും ചെയ്തില്ലേ? സ്നേഹമേ കോയേ ഹുയേത്തെ സബി. ബാബ പറഞ്ഞ സ്നേഹത്തിൽ നിങ്ങൾ ലയിച്ചിരുന്നുവോ എല്ലാവരും? ആജ് മെഹനത് കാ അനുഭവ ഹുവ. ഇന്ന് എന്തെങ്കിലും പരിശ്രമത്തിൻ്റെ അനുഭവം ചെയ്തോ നിങ്ങൾ? കിസി ബി ബാത്ത് കി മെഹനത് കാ അനുഭവ ഹുവ.
എന്തെങ്കിലും പ്രശ്നത്തിൻ്റെ കാര്യത്തിൽ അനുഭവം നിങ്ങൾക്ക് തോന്നിയോ? ക്യാ ക്യോ കൈസേക്ക സങ്കല്പായ? എന്തെങ്കിലും നിങ്ങൾക്ക് എന്തുകൊണ്ട്, എന്തെന്നുള്ള, എങ്ങനെയെന്നുള്ള സങ്കല്പം നിങ്ങൾക്ക് വന്നു? സ്നേഹ് സബ് ബുലാ ദേതാ. ബാബ പറയണ സ്നേഹം എല്ലാം അർപ്പിക്കും. तो बाप दादा कहते हैं कि बाबा के इस स्नेह को भूलो नहीं. ബാബ്ദാദ പറയാണ് എല്ലാവരോടും ബാബയുടെ ഈ സ്നേഹത്തെ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. സ്നേഹത്തിൻ്റെ സാഗരനെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് മുഴുകൂ, അതിൽ അലയിൽ മുഴുകാൻ പറയണം, മുങ്ങാൻ പറയണം. जब भी कोई मेहनत का अनुभव है ना, क्योंकि माया बीच बीच में पेपर तो लेती है, लेकिन उस समय स्नेह के अनुभव को याद करो. ബാബ പറയണം, എന്തെങ്കിലും നിങ്ങൾക്ക് പരിശ്രമത്തിൻ്റെ അനുഭവം ഉണ്ടായാൽ, കാരണം ബാബ പറയണ വരും, മായ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പരീക്ഷയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് സ്നേഹത്തിൻ്റെ അനുഭവം ചെയ്യും. ആ സമയത്ത് तो मेहनत मोहब्बत में बदल जाएगा. അങ്ങനെയാണെങ്കിൽ പരിശ്രമം തന്നെ സ്നേഹത്തിൽ അങ്ങനെ പരിവർത്തനപ്പെടും. അനുഭവ് കർക്കെ ദേഖോ, ഇത് നിങ്ങൾ അനുഭവിച്ച് നോക്കൂ. ക്യാ ഹേ ഗൽത്തി ക്യാ ഹോ ജാത്തി ഹേ, ഉസ് സമയ ക്യാ ക്യോ ഇസ്മേ ബഹത്ത് ചലേ ജാത്തെ. പക്ഷെ എന്താ സംഭവിക്കുന്നത്, എന്താ തെറ്റ് സംഭവിക്കുന്നത്? ബാബ പറയണം, ആ സമയത്ത് കുട്ടികൾ എന്തുകൊണ്ട്, എന്ത് എന്നുള്ള ആ ചിന്തയിലേക്ക് പോവുകയാണ്. जो आया है वो जाता भी है, लेकिन जाएगा कैसे? ബാബ പറയണ എന്തു വന്നോ അത് പോകും, പക്ഷെ എങ്ങനെയാണ് പോകുന്നത്? സ്നേഹ കോ യാദ് കർനെ സേ മെഹനത് ചലി ജായേഗ. സ്നേഹത്തോടുകൂടി ബാബയെ ഓർമ്മിച്ചാൽ മതി, അപ്പോൾ പരിശ്രമം ഇല്ലാതാകും. കാരണം എല്ലാവരുടെ सभी को भिन्न भिन्न समय पर बाप दादा दोनों के स्नेह का अनुभव तो है. എല്ലാവർക്കും വ്യത്യസ്തമായ സമയത്തിൽ ബാബ്ദാദ രണ്ടുപേരുടെയും സ്നേഹത്തിൻ്റെ അനുഭവം നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അനുഭവം ചെയ്തിട്ടില്ലേ? കബിത്തോ കിയാനാ, എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ. ചലോ സദാ നെഹി ഹേ തോ കബിത്തോ ഹേ, സദാ നിങ്ങൾക്ക് ഇല്ലെങ്കിലും എപ്പോഴെങ്കിലും ഇടയ്ക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആ സമയത്തെ നിങ്ങൾ ഓർമ്മിക്കൂ. ബാബാക്ക് സ്നേഹ ക്യാ ഹേ, ബാബയുടെ സ്നേഹം എന്താണ്? ബാബ് കെ സ്നേഹ സേ ക്യാ ക്യാ അനുഭവം കിയാ ഹേ, ബാബയുടെ സ്നേഹത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് അനുഭവം ചെയ്തിട്ടുള്ളത്? തോ സ്നേഹ കി സ്മൃതി സേ മെഹനത് ബദൽ ജായേഗി. സ്നേഹത്തിൻ്റെ സ്മൃതിയിലൂടെ പരിശ്രമം തന്നെ ഇല്ലാതാകും. क्योंकि बाप दादा को किसी भी बच्चे की मेहनत की स्थिति अच्छी नहीं लगती है. കാരണം ബാപ് ദാദയ്ക്ക് കിസി ബി ബച്ചയ്ക്ക്, ഏതൊരു കുട്ടിയും പരിശ്രമിക്കുന്നത് നന്നായിട്ട് തോന്നുന്നില്ല. ബാബയ്ക്ക് അത് ഇഷ്ടമല്ല കുട്ടികൾ പരിശ്രമിക്കുന്നത്. എൻ്റെ മക്കളാണ്, ഭഗവാന്റെ മക്കളാണ്, സർവശക്തിവാൻ്റെ മക്കളാണ്, എന്നിട്ട് പരിശ്രമമോ? തോ മെഹനത് മുക്ത് കബ് ബനേങ്കെ. അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് പരിശ്രമത്തിൽ നിന്ന് മുക്തരാകുന്നത്? ए संगम युग ही है जिसमें मेहनत मुक्त मौस ही मौस में रह सकता है. ബാബ പറയണ ഈ സംഗം യുഗത്തിൽ പരിശ്രമത്തിൽ നിന്ന് മുക്തരായി ആനന്ദത്തിൽ ലയിച്ചിരിക്കണം. അതിനുള്ള സമയമാണ്. മൗസ് മേ നഹി തോ കോയി ന കോയി ബോജ് ബുദ്ധി മേ ഹെ. ആനന്ദമില്ല എങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ഭാരം ബുദ്ധിയിലുണ്ടെന്നർത്ഥം. ബാബാനെ കഹാ ഹേ ബോജ് മുജെ ദേ ദോ. ബാബ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഭാരമല്ല എനിക്ക് തരൂ. മേപ്പൻ കോ ഭൂൽ ട്രസ്റ്റി ബൻ ജാവോ. എൻ്റെ എന്നുള്ള ഭാവം മറന്നിട്ട് ട്രസ്റ്റി ആകൂ. ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ബാബയ്ക്ക് കൊടുക്കൂ. അവർ സ്വയം ദിൽ കെ സച്ചേ ബച്ചേ ബൻ ജാവൂ. അങ്ങനെ നിങ്ങൾ സ്വയം ഹൃദയത്തിൻ്റെ സത്യമായിട്ടുള്ള കുട്ടികളായി മാറൂ. കളിക്കൂ, और मौज करो, आनंदम अनुभविക്കൂ. क्योंकि ये संगम युग सभी युग में से युगों का मौजों का युग है.
കാരണം ഈ സംഗമയുഗം എന്ന് പറയുന്നത് എല്ലാ യുഗങ്ങളിലും വെച്ചിട്ട് ആനന്ദിക്കാനുള്ള യുഗമാണ്. ഇസ് മൗസ് കെ യുഗ് മേ ബി മൗസ് നഹി മനായെങ്കിൽ തോ കബ് മനായെങ്കിൽ. ഈ ആനന്ദകരമായ യുഗത്തിൽ പോലും ആനന്ദിച്ചില്ല എങ്കിൽ നിങ്ങൾ എപ്പോഴാണ് ആനന്ദിക്കുക, സന്തോഷിക്കുക? ബാപ് ദാദാ ജബ് ദേഖ്തേ ഹൈ നാ कि बच्चे मुझे उठा के बच्चे बोझ उठा के बहुत मेहनत कर रही है. ബാബ്ദാദ നോക്കുന്ന സമയത്ത് കുട്ടികൾ ഭാരമെല്ലാം ഏറ്റിട്ട് വളരെയധികം പരിശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. ദേ നഹി ദേത്തെ ഹെ ഖുദ് ഹി ഉഠാ ലേത്താ ഹെ. ബാബ ചോദിച്ചാൽ തരില്ല, സ്വയം തന്നെ ഇങ്ങനെ ഏറ്റുപിടിച്ചിരിക്കുകയാണ് ഭാരം, ഉത്തരവാദിത്വത്തിൻ്റെ ഭാരം. അപ്പോൾ ബാബയ്ക്ക് ദയയാണ് തോന്നുന്നത്. മൗസോം കാ സമയ മെഹനത്തെ ഹെ. ആനന്ദത്തിൻ്റെ സമയം പരിശ്രമത്തിൻ്റെ സമയമാണ്. സ്നേഹമേ ഖോ ജാവോ. സ്നേഹത്തിൽ നിങ്ങൾ മുഴുകൂ. സ്നേഹ കെ സമയ കോ യാദ് കരോ. സ്നേഹത്തിൻ്റെ സമയത്തെ നിങ്ങൾ ഓർമ്മിക്കൂ. हर एक को कोई ना कोई समय विशेष स्नेह की अनुभूति होती ही है. ഓരോരുത്തർക്കും തീർച്ചയായിട്ടും ഏതെങ്കിലും സമയത്ത് വിശേഷ സ്നേഹത്തിൻ്റെ അനുഭൂതി ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ ബാബ പറയാണ്, കുട്ടികൾ ഓർമ്മിക്കുന്നില്ല. ആ വിശേഷ സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അത് ഓർമ്മിക്കാറില്ല. സ്നേഹത്തിൻ്റെ വിശേഷ ആ സ്നേഹത്തിൻ്റെ ആ ഒരു അനുഭവത്തിൻ്റെ ആ ഒരു നിമിഷം ഓർമ്മിക്കുന്നില്ല. മെഹനത് കോ ഹി ദേഖ്തേ രഹത്തെ. പരിശ്രമത്തെ മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അഗർ ആജ് ഭി അമൃത വേളെ സെ अब तक बाप दादा दोनों अथॉरिटी के स्नेह के दिल से अनुभव किया होगा तो आज के दिन को भी याद करने से स्नेह के आगे मेहनत समाप्त हो जाएगा. ശരി, ബാബ പറയണേ, നോക്കൂ, എന്നാൽ ഇന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ. അമൃതവേള മുതലേ ബാബ്ദാദ രണ്ടുപേരുടെയും സ്നേഹത്തിൻ്റെ അനുഭവം നിങ്ങൾ ഹൃദയത്തിൽ നിന്നും ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഈ ദിവസത്തെയെങ്കിലും നിങ്ങൾ ഓർമ്മിക്കൂ. ഇത് ഓർമ്മിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പരിശ്രമത്തിൽ നിന്നും മുക്തരാകാൻ സാധിക്കും. അബി ബാബ്ദാദ ഇസ് വർഷ മേ ഹർ ഏക് ബच्चे को സ്നേഹയുക്ത് മെഹനത് മുക്ത് ദേഖ്നെ ചാഹത്ത ഹൈ. ഇന്ന് ബാബ്ദാദ ഓരോ കുട്ടികളെയും കാണാൻ ആഗ്രഹിക്കുന്നത് സ്നേഹയുക്തരും പരിശ്രമത്തിൽ നിന്ന് മുക്തരാകാനാണ് ആഗ്രഹിക്കുന്നത്. മെഹനത് കാ നാം നിഷാൻ ദിൽ മേ നഹി രഹ. പരിശ്രമത്തിൻ്റെ പേര് അടയാളമോ മനസ്സിലുണ്ടാവാൻ പാടില്ല. ജീവൻ മേ നഹി രഹി, ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഹോ സക്താ ഹേ, ഇത് നിങ്ങൾക്ക് ചെയ്തു കാണിക്കാൻ സാധിക്കൂ? പരിശ്രമ മുക്തരാകാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ജോ സംജ്തേ ഹേ കർക്കെ ഹി ചോഡ്നാ ഹേ. അങ്ങനെ ആരാണോ വിചാരിച്ചിരിക്കുന്നത് ഇതെനിക്ക് ശ്രമിക്കുക തന്നെ വേണം, പരിശ്രമത്തിൽ നിന്ന് മുക്തമായേ മതിയാകൂ എന്ന് ആരാണോ വിചാരിക്കുന്നത്, അങ്ങനെയുള്ള ധൈര്യശാലികൾ കൈപ്പൊക്കൂ. आज विशेष ऐसे हर एक बच्चे को बाबा का विशेष वरदान है. ഇന്ന് വിശേഷിച്ച് ഓരോ കുട്ടികൾക്കും ബാബ്ദാദയുടെ വിശേഷ വരദാനമാണ് പരിശ്രമത്തിൽ നിന്ന് മുക്തരാകുക. ഇത് നിങ്ങൾക്ക് സ്വീകാര്യമാണോ? ഫിർ കുച്ച് ഹോ ജായേ തോ ക്യാ കരേംഗെ. ബാബ പറയണ, എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ബാബ പറയണ, എന്തുകൊണ്ട്, എന്ത് എന്നുള്ള ഒരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ വരാൻ പാടില്ല. പരിശ്രമത്തിൻ്റെ സമയത്തെ ഓർമ്മിക്കാതെ, പരിശ്രമത്തിൻ്റെ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് സ്നേഹത്തിൻ്റെ അനുഭവം നിങ്ങൾ ഓർത്തു നോക്കൂ. ബാബയുമായിട്ടുള്ള സ്നേഹ നിമിഷങ്ങൾ നിങ്ങൾ ഓർമ്മിച്ച് നോക്കൂ. അനുഭവത്തെ ഓർമ്മിക്കൂ, അനുഭവത്തിൽ മുഴുകൂ. ആപ്കാ വായ്ദാ ഹെ, നിങ്ങളുടെ പ്രതിജ്ഞയാണ്. ബാബി ബച്ചോം സെ പ്രശ്ന പൂച്ഛത്തെ ഹെ. ബാബയും കുട്ടികളോട് ചോദ്യം ചോദിക്കുകയാണ്.
कि आपका सबका वायदा कि हम बाप द्वारा 21 जन्मों के लिए जीवन मुक्त अवस्था का पद प्राप्त कर रहे हैं. ബാബ പറയണ ആപ് സബ്കാ വായ്ദ ഹെ, നിങ്ങളെല്ലാവരുടെയും പ്രതിജ്ഞയാണ് ഞങ്ങൾ ബാബയിലൂടെ 21 ജന്മങ്ങളിലേക്ക് വേണ്ടി ജീവൻ മുക്ത അവസ്ഥ പദവി പ്രാപ്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നിങ്ങളുടെ വാഗ്ദാനമാണ്. കരേങ്കി ഹി, ജീവൻ മുക്ത ആ ഒരു അനുഭവം, ജീവൻ മുക്ത പദവിയുടെ മുക്തിയുടെ അനുഭവം ഞങ്ങൾ ചെയ്യുക തന്നെ ചെയ്യുന്നുള്ളത്. തോ ജീവൻ മുക്തി മേ മെഹനത്ത് ഹോത്തി ഹെ ക്യാ? ബാബ പറയണ ജീവിതം ജീവൻ മുക്ത ജീവിതമാണ്, അതിൽ പരിശ്രമം തോന്നൂ. 21 ജന്മം എന്ന് പറയുമ്പോൾ അതിൽ ഈ ഒരു ജന്മം സംഗമയുഗം കൂടിയുണ്ടെന്ന് ബാബ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളുടെ പ്രതിജ്ഞ എന്താണ്? 21 ജന്മങ്ങളുടെ 21 ജന്മങ്ങളിൽ ഞങ്ങൾ ജീവൻ മുക്ത അനുഭവം ചെയ്യുന്നതാണ് പറഞ്ഞത്, അല്ലാതെ 20 ജന്മങ്ങളുടെ കഥയല്ല എന്ന് പറയണം. तो अभी से मेहनत मुक्त अर्थात जीवन मुक्त बेफिक्र बादशाह हो. അതുകൊണ്ട് ഇപ്പോൾ മുതലേ പരിശ്രമ മുക്തരായി ജീവൻ മുക്ത നിശ്ചിന്ത ചക്രവർത്തികളായി മാറും. अभी के संस्कार आत्मा में 21 जन्म एमर्ज रहेंगे. ഇപ്പോഴത്തെ സംസ്കാരം ആത്മാവിൽ 21 ജന്മം എമർജ് ആയിരിക്കും. ഇപ്പം നമ്മൾ അതിൻ്റെ അനുഭവം ചെയ്താൽ അത് ബാക്കി 20 ജന്മം അത് എമർജ് ആയിരിക്കും എന്ന് പറയണം ബാബ. തോ ഇക്ക് ജന്മക്ക വർഷാലിയാനാ, അപ്പം ഈ ഒരു ജന്മവും ചേർത്ത് 21 ജന്മത്തിലെ സമ്പത്തിലെ നിങ്ങൾ നേടിയത്, അതോ ഇനി നേടാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് ബാബ. അതുകൊണ്ട് അറ്റൻഷൻ പ്ലീസ്. मेहनत मुक्त സന്തുഷ്ട രഹന ഔർ സന്തുഷ്ട കർണ. പരിശ്രമ മുക്തരായിരിക്കണം, സന്തുഷ്ടമായിട്ടിരിക്കണം, മറ്റുള്ളവരെയും സന്തുഷ്ടമാക്കി മാറ്റണം. ബാബ പറഞ്ഞ സ്വയം മാത്രമായ പോരാ, മറ്റുള്ളവരെ കൂടി സന്തുഷ്ടമാക്കണം. തബി മെഹനത്ത് മുക്ത രഹേങ്കി, അപ്പോഴേ പരിശ്രമത്തിൽ നിന്ന് മുക്തമായിരിക്കുള്ളൂ. ഇല്ല എങ്കിൽ ദിവസവും എന്തെങ്കിലുമൊക്കെ ഭാരത്തിൻ്റെ കാര്യങ്ങൾ, പരിശ്രമത്തിൻ്റെ കാര്യങ്ങൾ, എന്തുകൊണ്ട്, എന്ത് എന്നുള്ള ഭാഷകൾ നിങ്ങളുടെ ഉള്ളിൽ വരും. ഇപ്പോഴത്തെ സമയം അഭി സമയക്ക് സമീപതാക്കോ ദേഖ് രഹേ ഹോ, ഇപ്പോൾ നിങ്ങൾ സമയത്തിൻ്റെ സമീപതയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജൈസെ സമയക്ക് സമീപത ഹോ രഹി ഹെ ഐസെ ആപ് സബ്കാ ഭി ബാബാ കെ സാത്ത് സമീപത കാ അനുഭവ് ബഡ്നാ ചാഹിയെ. എങ്ങനെയാണോ സമയം സമീപത്ത് വന്നുകൊണ്ടിരിക്കുന്നത്, അതേപോലെ തന്നെ ആപ് സബ്കാ ഭി ബാബാ കെ സാത്ത്, നിങ്ങളെല്ലാവരും ബാബയുടെ കൂടെ സമീപതയുടെ അനുഭവം വർദ്ധിപ്പിക്കണം. ബാബയുടെ കൂടെ ഇരിക്കുന്നതിൻ്റെ അനുഭവം വർദ്ധിപ്പിക്കണം. സമയം സത്യയുഗം വന്നുകൊണ്ടേയിരിക്കുകയാണ്, കലിയുഗം നശിക്കാനായിട്ട് പോകണം. അപ്പോൾ അതിൻ്റെ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയണം. അതേപോലെ തന്നെ നിങ്ങളും ബാബയുടെ കൂടെ ഇരിക്കുന്നതിൻ്റെ ആ സാമീപ്യത്തിൻ്റെ അനുഭവം ചെയ്യണം. ബാബ് സെ ആപ്കി സമീപത സമയക്ക് സമീപതാക്കോ സമാപ്ത കരേങ്കി. അതുകൊണ്ട് ബാബ പറയണ, എത്രത്തോളം നമ്മൾ ബാബയുടെ സമീപത്തിൽ ഇരിക്കുന്നുവോ, അടുത്തിരിക്കുന്നുവോ, അതിൻ്റെ അനുഭവം ചെയ്യുന്നു, അത്രയും നമ്മൾ സത്യയുഗത്തിൻ്റെ അനുഭവം ചെയ്യും. क्या आप सभी बच्चों का आत्माओं का दुख अशांति का आवाज़ करने में नहीं सुनाई देता? ബാബ ചോദിക്കുകയാണ്, നിങ്ങൾ കുട്ടികൾക്ക് ദുഃഖിതരും അശാന്തരുമായ ആത്മാക്കളുടെ നിലവിളി കേൾക്കാൻ കഴിയുന്നില്ലേ? നിങ്ങൾ പൂർവികരാണ്, പൂജ്യരാണ്. ബാബ ഓർമ്മപ്പെടുത്തി തരികയാണ്. തോ ഹേ പൂർവജ് ആത്മായും, അതുകൊണ്ട് പൂർവികരായ ആത്മാക്കളെ, അല്ലയോ പൂജ്യ ആത്മാക്കളെ, എപ്പോഴാണ് നിങ്ങൾ വിശ്വമംഗളത്തിൻ്റെ കർത്തവ്യം പൂർത്തീകരിക്കുന്നത്? ബാബ ചോദിക്കുകയാണ്. ഇപ്പം അതിനുള്ള സമയമാണ്. ഭാരം ചുമന്ന് നടക്കേണ്ട ഒരു സമയമല്ല എന്ന് ബാബ ഓർമ്മപ്പെടുത്തി തരികയാണ്. ബാബ് ദാദാനെ സമാചാരോं में देखा हर वर्ग वाले अपनी अपनी मीटिंग करते हैं.
ബാബ ന്യൂസ് റിപ്പോർട്ടിൽ കേട്ടു, കണ്ടു. ഓരോരോ വിങ്ങുകാരും അവരവരുടെ മീറ്റിങ്ങുകളെല്ലാം ചെയ്യുന്നുണ്ട്, പ്ലാനുകളെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അതായത് വിശ്വത്തിൻ്റെ മംഗളം വളരെ ഫാസ്റ്റായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ മീറ്റിങ്ങും പ്ലാനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പ്ലാനൊക്കെ വളരെ നന്നായിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ ബാബ്ദാദ ചോദിക്കുകയാണ്, ഇത് എത്ര കാലം വരെ നടക്കും എന്ന് ബാബ ചോദിക്കുകയാണ്. ഇസ്ക ഉത്തർ ദാദിയാം ദേങ്കി ആഖിർ കബ് തക്. ഇതിൻ്റെ ഉത്തരം ദാദിമാർ തരുമോ? എത്ര കാലം? പാണ്ഡവർ തരുമോ? എത്ര കാലം വരെ ഈ മീറ്റിംഗ് കൊണ്ട് നടക്കുന്നു ബാബ ചോദിക്കണം. ബാക്കി പ്രത്യക്ഷത ഹോ യഹി സഭി ഹർ വർഗ് കെ പ്ലാൻസ് ബനാനെ മേ ലക്ഷ്യ രഖ്താ ഹൈ. ബാബയുടെ പ്രത്യക്ഷത ഇത് എല്ലാ വിങ്ങുകാരും പ്ലാൻ ഉണ്ടാക്കുന്നതിൻ്റെ കാര്യത്തിൽ വളരെയധികം ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. പ്ലാനൊക്കെ ഉണ്ടാക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്, ബാബയുടെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടിയിട്ടാണ്. ലേക്കിൻ പ്രത്യക്ഷത ഹോങ്കി ദൃഢപ്രതിജ്ഞാസെ. എന്നാൽ പ്രത്യക്ഷത ഉണ്ടാകുന്നത് ദൃഢപ്രതിജ്ഞയിലൂടെയാണ്. പ്രതിജ്ഞ മേ ദൃഢത കബി കിസി കാരണ സെ വാ ബാത്തോം സെ ദൃഢത കം ഹോ ജാത്ത ഹൈ. ഇടയ്ക്ക് ഏതെങ്കിലുമൊക്കെ കാരണത്തിൽ ദൃഢത കുറഞ്ഞു പോകാറുണ്ട്. അതുകൊണ്ട് പ്രതിജ്ഞ വളരെ ദൃഢപരമായിരിക്കണമെന്ന് പറയണം ബാബ. ദൃഢതയുള്ള പ്രതിജ്ഞയായിരിക്കണം. പ്രതിജ്ഞ ബഹത് അച്ചി കർത്തി ഹെ. പ്രതിജ്ഞകളൊക്കെ കുട്ടികൾ നന്നായി ചെയ്യുന്നുണ്ട്. അമൃതവേള അഗർ ആപ് സുൻ സക്കോന ബാപ് തോ സുൻതേ ഹെ. അമൃതവേളയിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ബാബ കേൾക്കുന്നുണ്ട്. आपके पास ऐसे सभी साइंस ने साधन नहीं दिया है जो सभी के दिल का आवाज़ सुन सके. ബാബ പറയണ അമൃതവേളയിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? മനുഷ്യരെ നിലവിളിക്കുന്നത് ബാബയ്ക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. സയൻസ് ഇതുവരെ അങ്ങനെയുള്ളൊരു കണ്ടുപിടിച്ച് തന്നിട്ടില്ല. മനുഷ്യരുടെ ശബ്ദമെല്ലാം നിലവിളിയെല്ലാം കേൾക്കുന്നതിൻ്റെ. ബാബ്ദാദ സുനത്തെ ഹേ. वायदों के माले संकल्प करने की बातें इतनी अच्छी अच्छी दिल खुश करने वालों की होता है. പ്രതിജ്ഞയെല്ലാം വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അമൃതവേള അഗർ ആപ് സുൻ സക്കോ ന ബാപ് തോ സുൻതേ ഹെ. അമൃതവേളയിൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ബാബ കേൾക്കുന്നുണ്ട്. ആപ്കെ പാസ് ഐസെ അഭി സയൻസിനെ സാധൻ നഹി ദിയാ ഹെ. സയൻസ് നിങ്ങളുടെ കയ്യിൽ അങ്ങനൊരു സാധനമൊന്നും തന്നിട്ടില്ല. ജോ സബിക്ക് എല്ലാവരുടെയും മനസ്സിലെ ശബ്ദം കേൾക്കാൻ അങ്ങനെയുള്ള ഉപകരണമൊന്നും സയൻസ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ബാബ്ദാദ സുനത്തെ ഹെ. എന്നാൽ കുട്ടികളുടെ ഓരോരോ കാര്യങ്ങളും ഓരോരോ വാക്കുകളും ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വായ്ദോം കി മാലായും ബാബ പറയുന്ന പ്രതിജ്ഞകളുടെ മാലകൾ, സങ്കല്പ കർണയ്ക്ക് ബാത്തേം സങ്കല്പം ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ, ഇത്രയും നല്ല നല്ല ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ബാബ്ദാദ കേൾക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് ബാബ ഹായ് കുട്ടികളെ ഹായ്, വാഹ കുട്ടികളെ വാഹ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. സുനായെ ക്യാ ക്യാ കർത്തേ ഹോ. ബാബ കേൾപ്പിക്കട്ടെ എന്തൊക്കെയാണ് കുട്ടികൾ എന്നോട് സംസാരിക്കുന്നതെന്ന്. ജബ് കർമ്മമേ ആത്തെ ഹേന मुरली तक भी 75% ठीक होता है, लेकिन जब कर्म योग में आते हैं तो उसमें फ़र्क आ जाता है. അമൃതവേള മുതൽ മുരളി കേൾക്കുന്ന സമയം വരെയും ബാബയോടുള്ള പ്രതിജ്ഞകൾ, ബാബയോട് പറഞ്ഞ കാര്യങ്ങൾ അത് നിലനിർത്തുന്നുണ്ട്. ഒരു 75% നിലനിർത്തുന്നുണ്ട്. എന്നാൽ അത് കഴിഞ്ഞ് കർമ്മയോഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ വ്യത്യാസം വരുന്നു. कुछ संस्कार कुछ स्वभाव और संस्कार सामना करते हैं. എന്തു ചെയ്യുന്നു? സ്വഭാവ സംസ്കാരങ്ങൾ എതിരിടാൻ വരുന്നു. അതിൽ സ്വഭാവ സംസ്കാരങ്ങൾ നേരിടാനായിട്ട് വരുന്നു, എതിർക്കാനായിട്ട് വരുന്നു. ആ സമയത്ത് എടുത്ത പ്രതിജ്ഞ പതുക്കെ പതുക്കെ അതിൻ്റെ പവർ കുറഞ്ഞു പോകുന്നു, സാധാരണമായിത്തീരുന്നു. ദൃഢതയുടെ പെർസെൻറ്റേജ് കുറഞ്ഞു പോകുന്നു. അവരവരുടെ സംസ്കാരങ്ങൾ ഉള്ളിൽ നിന്ന് പുറത്ത് വരുമ്പോൾ
പതുക്കെ പതുക്കെ എന്ത് ചെയ്യുന്നു? സന്തുഷ്ടത കുറഞ്ഞു കുറഞ്ഞു വരുന്നു, ആനന്ദം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ബാപ്ദാദ ഏക് ഖേൽ ബച്ചോं को देख मुस्कुराते हैं. ബാപ്ദാദ ഒരു കളി കണ്ടിട്ട്, കുട്ടികളുടെ ഒരു കളി കണ്ട് പുഞ്ചിരിക്കുകയാണ്. അതെന്ത് കളിയാണ്? ബതായേ ക്യാ ഹേ, എന്താണെന്ന് പറയട്ടെ. ബാബ പറയുന്ന ആ കളി നിങ്ങൾ അവസാനിപ്പിക്കൂ, ചെയ്യുമോ? ബാബ പറയുന്ന ഇന്ന് നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെ ശക്തി കിട്ടിയിട്ടുണ്ടല്ലോ നിറയെ, അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് കാണിക്കുമോ? കൈ പൊക്കൂ. കേവലം ഈ വെറും കൈ പൊക്കിയാൽ പോരാ, മനസ്സിൻ്റെ കൈയാണ് പൊക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരും. फिर बाप दादा तोड़ा 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 करेंगे कुछ बताई. പാണ്ഡവ ബോലോ ബത്തായി, ഞാൻ പറഞ്ഞു തരട്ടെ. പാണ്ഡവരോടും ബാബ ചോദിച്ചു, പറയട്ടെ. ഏയ് പെഹ്ലി ലൈൻ ബോലോ ബത്തായി, ബോലോ കർണ പടേഗ. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ചെയ്യേണ്ടതായി വരും. അഗർ ഹാത്തോ പെഹ്ലി ലൈൻ ഹാത്തുടാവും, ചെയ്യാം എന്നുള്ളതാണെങ്കിൽ ആദ്യ വരിയിലിരിക്കുന്നവർ കൈപ്പൊക്കും. ഏതോ ലൈൻ വാലെ ഹാത്തുടാവും, രണ്ടാമത്തെ ലൈനിലുള്ളവരും കൈ ഉയർത്തു. മധുബനിലുള്ളവരും കൈ ഉയർത്തും. ബാബ പറയണ ഹൃദയത്തിൻ്റെ കൈയാണ് ഉയർത്തേണ്ടത്. അച്ഛാ, ബാപ്ദാദാക്കോ തോ ഖേൽ ദേഖ്നെ മേ രഹം ആത്താ ഹൈ. ബാപ്ദാദയ്ക്ക് കുട്ടികളുടെ കളി കാണുമ്പോൾ ദയയാണ് തോന്നുന്നത്. മസ നഹീ ആത്താ ഹൈ, സന്തോഷമൊന്നും അതിൽ തോന്നുന്നില്ല. കാരണം ബാപ്ദാദ ദേഖ്തേ ഹേ ബच्चे अपनी बात दूसरे के ऊपर रखने में बहुत होशियार है. ബാപ്ദാദ നോക്കുമ്പോൾ കുട്ടികൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവനവൻ്റെ കാര്യം മറ്റുള്ളവരുടെ മേൽ വെക്കാൻ, മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ വളരെ സമർത്ഥരാണ്. ക്യാ ഖേൽ കർത്തേ ഹേ, എന്ത് കളിയാണ് കളിക്കുന്നത്? ബാത്തേ ബനാ ദേത്തെ, കഥകൾ ഉണ്ടാക്കുന്നു കുട്ടികൾ. സോച്തേ ഹേ കോൻ ദേഖ്നെ വാലാ ഹേ. ബാബ പറയുന്നത് ചിന്തിക്കുന്നു, ആരാണ് ഇപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്? മേ ജാനു മേരെ ദിൽ ജാനു, ഞാനും എൻ്റെ മനസ്സ് മാത്രമല്ലേ അറിയുള്ളൂ. ബാപ്ദാദ പരന്താമത്തിലിരിക്കുന്നു, അല്ലെങ്കിൽ സൂക്ഷ്മവദനത്തിലിരിക്കുന്നു. ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്, അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെ കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അബി ഇസ്നെ കിയ തബി കിയ. ബാബ പറയാണ്, ഇങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ആയിപ്പോയത്. നെഹിതോ മേനഹി കർത്ത, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല. തോ എഹി ഹുവാന, അതിങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്തു പോയത്. അപ്നി മേഹ്സൂസ് ദ റിയലൈസേഷൻ കം ഹേ, തൻ്റെ റിയലൈസേഷൻ കുറവാണെന്ന് പറയാണ് ബാബ. അച്ഛാ, മാനോ ഉസ്നെ ഐസെ കിയ തബി ആപ്നെ കിയ, ചലോ बहुत अच्छा है. पहला नंबर हुआ, दूसरा नंबर आपके हुए, ठीक है. അപ്പോൾ ശരി, ബാബ പറയണ അവരങ്ങനെ ചെയ്തത് കൊണ്ടല്ലേ നിങ്ങളിങ്ങനെ ചെയ്തെന്ന് പറഞ്ഞത്. ശരി, അപ്പോൾ നിങ്ങളുടെ നമ്പർ എത്രാമത്തെ നമ്പറിലേക്ക് പോയി? അവർ ചെയ്തു, അവരുടെ നമ്പർ 2ാം നമ്പറിലേക്ക് പോയി. നിങ്ങളും അത് കണ്ടിട്ട് ചെയ്തപ്പോൾ നിങ്ങളുടെ നമ്പറിൽ എത്രാമത്തെ നമ്പറിലേക്ക് പോയി എന്ന് ബാബ ചോദിക്കാം. അപ്പം നിങ്ങളുടെ നമ്പർ അവരെ പോലെ കണ്ട് ചെയ്തതുകൊണ്ട് നിങ്ങളുടെ നമ്പർ 2ാം നമ്പറിലേക്ക് പോയി. ബാപ്ദാദ ഹെബി മാൻ ലേത്താ ഹെ, നിങ്ങൾക്ക് 1ാം നമ്പർ കിട്ടില്ല, 2ാം നമ്പറേ കിട്ടുള്ളൂ. ബാപ്ദാദ ഹെബി മാൻ ലേത്താ ഹെ, ബാപ്ദാദ ഇതും അംഗീകരിക്കുന്നുണ്ട്. ആ പെഹ്ലാ നമ്പർ നഹീ ഹെ, ദൂസരാ നമ്പർ ഹെ, ലേക്കിൻ अगर आप सोचते हैं कि पहला नंबर परिवर्तन करे तो मैं ठीक होगा, ठीक है, यही समझते हैं ना, उस समय मानो पहला नंबर परिवर्तन करता है. बाप दादा और सभी पहले नंबर वालों को कहते हैं आपकी गलती है, आपको परिवर्तन करना है, ठीक है. अच्छा, अगर पहले नंबर वालों ने परिवर्तन किया तो पहला नंबर किसका मिलेगा? അപ്പോൾ ബാബ പറയാണ്, ശരി, അവർ ചെയ്തത് കണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്തത്. ഓക്കെ, ഞാനപ്പോൾ ആദ്യ നമ്പറിലുള്ളവരോട് പറയണം, നിങ്ങളുടെ തെറ്റിനെ പരിവർത്തനപ്പെടുത്തൂ. അവർ പരിവർത്തനപ്പെടുത്താൻ തയ്യാറാണ്. അവർ പരിവർത്തനപ്പെട്ടു കഴിഞ്ഞാൽ
അവർക്ക് 1-ാം നമ്പർ കിട്ടും, നിങ്ങൾക്ക് ഏത് നമ്പർ കിട്ടും? आपको तो पहले नंबर में नहीं होगा. നിങ്ങൾ അവരെ കണ്ടിട്ട് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ആദ്യ നമ്പർ കിട്ടില്ല. പരിവർത്തന ശക്തി में आपका पहला नंबर नहीं होगा. പരിവർത്തനത്തിൻ്റെ ശക്തിയിൽ നിങ്ങൾക്ക് ആദ്യ നമ്പർ കിട്ടില്ല. पहला नंबर आपने उसको दिया तो आपका कौन सा नंबर हुआ? പരിവർത്തനത്തിൻ്റെ ആദ്യ നമ്പർ അവർ മാറട്ടെ എന്നിട്ട് ഞാൻ മാറാം എന്നിട്ട് അങ്ങനെ നിങ്ങൾ പറഞ്ഞു, അവർ മാറാൻ തയ്യാറായി. അപ്പോൾ ബാബ ചോദിക്കുകയാണ്, അവർ മാറി, അപ്പോൾ നിങ്ങൾ ഏത് നമ്പറിലേക്ക് മാറും? രണ്ടാമത്തെ നമ്പറിലേക്കല്ലേ നിങ്ങൾ മാറുള്ളൂ. അഗർ ആപ്കോ കഹോ दूसरा नंबर है तो मंजूर करेंगे कहेंगे नहीं. ऐसे था वैसे था कैसे था ये भाषा बहुत खेल में आती है. അപ്പോൾ ബാബ പറയാണ്, നമ്മളാണ് മാറുന്നതെങ്കിൽ നമുക്ക് ആദ്യ നമ്പർ തീർച്ചയായിട്ടും കിട്ടും. അതുകൊണ്ട് ബാബ പറയാണ്, നിങ്ങളത് ചെയ്യുമോ? നിങ്ങൾ ആദ്യം പരിവർത്തനപ്പെടുത്തി കാണിച്ചു തരുമോ? ബാബ പറയാണ്, ഇങ്ങനെയായിരുന്നു, അതാണ് അങ്ങനെയായിരുന്നു, ഇങ്ങനെയാണ് ചെയ്യേണ്ടതായിരുന്നത്, ഇങ്ങനെയുള്ള ഭാഷകൾ വളരെയധികം നടക്കുന്നു. ഐസേ വൈസേ കൈസേ എഹ് ഖേൽ ബന്ദ് കർക്കെ മുझे പരിവർത്തൻ ഹോനാ ഹെ. അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയായത്, ഇവരിങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെയായത്. അപ്പോൾ ഇങ്ങനെയുള്ള കളികൾ നിർത്തൂ, എന്നിട്ട് സ്വയം എനിക്ക് പരിവർത്തനപ്പെടണം എന്നുള്ള ആ നിശ്ചയം കൊണ്ടുവരും. മേ പരിവർത്തൻ ഹോക്കെ ദൂസരോं പരിവർത്തൻ കരും. ഞാൻ പരിവർത്തനപ്പെട്ടിട്ട് മറ്റുള്ളവരെ പരിവർത്തനപ്പെടുത്തും. എന്നാൽ അഗർ ദൂസരോं അഥവാ നിങ്ങൾക്ക് മറ്റുള്ളവരെ പരിവർത്തനപ്പെടുത്താൻ കഴിഞ്ഞില്ല എങ്കിൽ ശരി, നിങ്ങൾ അവർക്ക് ശുഭഭാവന ശുഭകാമന വയ്ക്കൂ അവരെ പ്രതി. ആ ശുഭഭാവന ശുഭകാമന എന്ന് പറയുന്ന വസ്തു അത് നിങ്ങളുടെ കയ്യിലല്ലേ ഉള്ളത്. തൊഹേ മുझे बनना है, എനിക്ക് അർജുനനായി മാറണം. ഹേ അർജുൻ മുझे बनना है, എനിക്ക് അർജുനനായി മാറണം. पहले विश्व के राज्यधारी लक्ष्मी नारायण के समीप आपको आना है या दूसरे नंबर वालों का. ആദ്യത്തെ വിശ്വത്തിൻ്റെ രാജ്യാധികാരി ലക്ഷ്മി നാരായണൻ്റെ സമീപത്ത് എനിക്ക് വരണം, അതോ അടുത്ത നമ്പറിൽ വന്നാൽ മതിയോ എന്ന് ബാബ ചോദിക്കണം. ബാപ് ദാദാക്ക് ഈ വർഷയ്ക്ക് ഈ ആശ ഹേ ബാപ് ദാദയുടെ ഈ വർഷത്തിൻ്റെ ആശയാണ്, അതായത് എല്ലാ ബ്രാഹ്മണ ആത്മാക്കളും ബ്രഹ്മകുമാർ കുമാരിമാർ എല്ലാവരും ഇവിടെ വരുമ്പോൾ ബാഡ്ജ് ധരിക്കാറുണ്ട് അല്ലേ, ബാഡ്ജ് കുത്താറില്ലേ. യഹാ ബി ആത്തെ ഹേ തോ ആപ്കോ ബാഡ്ജ് മിൽത്താ ഹേ നാ. ബാബ പറഞ്ഞു, ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ബാഡ്ജ് കിട്ടാറില്ലേ. അത് ചിലപ്പോൾ കടലാസിൻ്റേതായിരിക്കാം, ചിലപ്പോൾ സ്വർണത്തിൻ്റെതായിരിക്കാം, ചിലപ്പോൾ വെള്ളിയുടേതായിരിക്കാം. तो जैसे बैड्ज लगाते हो वैसे दिल में मन में ये बैड्ज लगाओ. അതേപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും ബാഡ്ജ് വയ്ക്കൂ. എനിക്ക് പരിവർത്തനപ്പെടുക തന്നെ വേണം. മുझे നിമിത്ത ബന്ന ഹേ, എനിക്ക് നിമിത്തമായി മാറുക തന്നെ വേണം. പരിവർത്തൻ के कार्य में ब्रह्मा बाप समान पहले में. പരിവർത്തനത്തിൻ്റെ കാര്യത്തിൽ ബ്രഹ്മ ബാബയ്ക്ക് സമാനം ഞാൻ. ദൂസരി ബാത്തുമേ ഭലേ പീച്ചെ രഹോ വ്യർത്ഥ ബാത്തുമേ. ബാബ പറയാണ്, മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ പുറകിലിരിക്കും, വ്യർത്ഥമായ കാര്യത്തിൽ നിന്നൊക്കെ നിങ്ങൾ പുറകിലിരിക്കും. ലേക്കിൻ പരിവർത്തൻ മേ പെഹലെ മേ. ബാബ പറയാണ്, പരിവർത്തന കാര്യത്തിൽ ഞാൻ. ठीक है ना, ओके अल्ले. तो कल अमृत वेले बाप दादा देखेगा, बाप दादा को देरी नहीं लगती है, स्विच ऑन हुआ तो सब वर्ल्ड दिखाई देता है. ബാബ പറഞ്ഞു, ചെയ്യില്ലേ നിങ്ങൾ, ഉറപ്പല്ലേ എന്ന് ചോദിച്ചു. നാളെ അമൃതവേളയിൽ ഞാൻ നോക്കും. ബാപ്ദാദയ്ക്ക് കൂടുതൽ സമയമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, സ്വിച്ച് ഓൺ ചെയ്താൽ മതി, മുഴുവൻ ലോകത്തെ എനിക്ക് കാണാൻ പറ്റും. तो कल अमृत वेले सभी बाप से मिलन मनाएंगे ना.
നാളെ അമൃതവേളയിൽ എല്ലാവരും ബാബയുമായിട്ട് മിലനം ആഘോഷിക്കില്ലേ? തോ മിലൻ മനാത്തെ ഹുയെ ഏ ബാഡ്ജ് ലഗാന. ബാബയുമായിട്ട് കൂടിക്കാഴ്ച നടത്തുമ്പോൾ, അമൃതവേളയിൽ കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഈ ബാഡ്ജ് ധരിക്കണം. ദേखेंगे कौन बैड्ज लगता है പ്രാക്ടിക്കൽ മേ. നോക്കട്ടെ ആരൊക്കെയാണ് ബാഡ്ജ് പ്രാക്ടിക്കലിൽ ധരിക്കുന്നത് നോക്കാം. പ്രായോഗിക ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് നോക്കാം. ഐസെ നഹി ഷോ കെ ലിയെ നഹി ലഗാന, പരിവർത്തൻ ഹോനാ ഹി ഹെ. ആരും ഷോയ്ക്ക് വേണ്ടിയിട്ട് വെക്കരുത്, ബാഡ്ജ് ഇടരുത്. പരിവർത്തനപ്പെടുക തന്നെ വേണം. ഈ ഒരു ദൃഢസങ്കല്പം നിങ്ങൾ അമൃതവേളയിൽ എടുക്കണം. ദൃഢമല്ലേ? സഭി ഹാത്ത് ഉടാത്തെ ഹെ നാ, तो बाप दादा को थोड़ा सा लगता है, पता नहीं करेंगे या नहीं करेंगे, ये भी अच्छा है. ये हाथ उड़ाते हैं तो एक सेकंड तो സങ്കല്പ് അച്ഛാ കിയാ ഉടാത്തെ ഹെൻ. എല്ലാവരും കൈ പൊക്കിയല്ലോ. അതുകൊണ്ട് ബാബ പറയാണ് ഹെ ബി അച്ഛാ ഹെ, വളരെ നല്ലത്. ഏ ഹാത്ത് ഉടാത്തെ തോ നമ്മൾ ആ സമയത്ത് കൈ പൊക്കുക എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് സങ്കല്പം നന്നായി ചെയ്തു എന്നർത്ഥം. ലേക്കിൻ കർക്കെ ഹി ചോടനാ ഹെ, നിങ്ങളെല്ലാവരും കൈ ഉയർത്തി, പക്ഷേ ബാബ പറഞ്ഞ് ചെയ്യുക തന്നെ വേണം. നിങ്ങൾ എനിക്ക് പരിവർത്തനം കൊണ്ടുവരണം. ഞാൻ പരിവർത്തനപ്പെട്ടിട്ട് മറ്റുള്ളവരെ പരിവർത്തനപ്പെടുത്തി എടുക്കണം. ഏ ബദലേ, ഏ ബാത്ത് ബദലേ, ഏ വ്യക്തി ബദലേ, ഏ സർക്കംസ്റ്റാൻസ് ബദലേ നഹി. ഇവർ മാറട്ടെ, അവർ മാറട്ടെ, ഈ വ്യക്തി മാറട്ടെ, ഈ പരിതസ്ഥിതി മാറട്ടെ, അങ്ങനെയല്ല, എനിക്ക് മാറണം. ബാധ്യത ആയെങ്കിൽ പ്രശ്നങ്ങൾ എന്തായാലും വരും. ആപ് ഊംചേ ജാ രഹേ ഹോ, ഊംച് സ്ഥാൻ പർ സമസ്യ ഭി തോ ഊംചി ആത്തി ഹെ നാ. നിങ്ങൾ മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മുകളിലേക്ക് കയറുന്നതനുസരിച്ച് പ്രശ്നങ്ങളും വളരെ ഉയർന്നത് വരും. तो लेकिन जैसे आज नंबरवार यथाशक्ति स्नेह की स्मृति का वायुमंडल था, എങ്ങനെയാണോ ഇന്നത്തെ ദിവസം എല്ലാവരിലും എല്ലായിടങ്ങളിലും സ്നേഹത്തിൻ്റെ സ്മൃതിയുടെ വായുമണ്ഡലമായിരുന്നു, അതേപോലെ തന്നെ അപ്നെ മൻമേ, നിങ്ങളുടെ മനസ്സിലും സദാ സ്നേഹത്തിൽ ലവ് ലീനമായിരിക്കുന്നതിൻ്റെ വായുമണ്ഡലം സദാ എമർച്ചാക്കി വയ്ക്കൂ എന്ന് ബാബ പറയാൻ. ബാപ്ദാദയ്ക്ക് പാസ് സമാചാർ ബഹുത്ത് അച്ഛേ ആത്തി ഹെ. ബാപ്ദാദിയുടെ അടുത്ത് വളരെ നല്ല നല്ല വാർത്തകൾ വരുന്നുണ്ട്. സങ്കല്പ തക്ക് ബഹുത്ത് അച്ഛേ ഹെ, സങ്കല്പം വരയ്ക്കും വളരെ നല്ലത് തന്നെയാണ്. സ്വരൂപമേ ആനയമേ യഥാശക്തി ഹോ ജാത്ത. നല്ല നല്ല സങ്കല്പമൊക്കെ എടുക്കുന്നുണ്ട്, എന്നാൽ സ്വരൂപത്തിൽ വരുന്നത് അത് അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് അത് ധാരണയാകുന്നത്. अभी 2 मिनट के लिए अभी परमात्मा स्नेह സംഘമയ के ആത്മീക മൗസികി സ്ഥിതി में स्थित हो जाओ. ഇനി നിങ്ങളിപ്പോൾ 2 മിനിറ്റ് എല്ലാവരും പരമാത്മാ സ്നേഹത്തിൽ സംഗമയുഗത്തിൻ്റെ ആത്മീയ ആനന്ദത്തിൻ്റെ സ്ഥിതിയിൽ. अच्छा, यही अनुभव हर दिन बार बार समय प्रति समय अनुभव करते रहना है. ബാബ പറഞ്ഞു ഈ അനുഭവം ദിവസത്തിൽ ഇടയ്ക്കിടയ്ക്ക് സമയമനുസരിച്ച് അനുഭവിച്ചു കൊണ്ടേയിരിക്കണം. നിങ്ങൾ അനുഭവം ചെയ്തുകൊണ്ടിരിക്കണം. ഒരിക്കലും സ്നേഹത്തെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. സ്നേഹമേ ഖോ ജാന സിഖോ, സ്നേഹത്തിൽ മുഴുകാൻ നിങ്ങൾ പഠിക്കണമെന്ന് ബാബ പറയണം. अच्छा, चारों ओर के योगयुक्त युक्त रासयुक्त खुद भी रास को जान सदा राशि करने वाले. 4 ഭാഗത്തു നിന്നും യോഗയുക്തരും യുക്തിയുക്തരും രഹസ്യയുക്തരും സ്വയത്തിൻ്റെ രഹസ്യവും അറിഞ്ഞ് സദാ തൃപ്തരായിരിക്കുന്ന, മറ്റുള്ളവരെയും തൃപ്തിപ്പെടുത്തുന്ന. സിറഫ് സ്വയം രാസി നഹി രഹ്ന ഹൈ, കേവലം സ്വയം തൃപ്തരായിരുന്നാൽ പോരാ, മറ്റുള്ളവരെ കൂടി തൃപ്തരാക്കണം. ഐസേ സദാ സ്നേഹിക്കെ സാഗർ മേ, ഇങ്ങനെ സദാ സ്നേഹത്തിൻ്റെ സാഗരത്തിൽ ലവ് ലീനമായിരിക്കുന്ന കുട്ടികൾക്ക്, സദാ ബാബയ്ക്ക് സമാനമാകുന്നതിൻ്റെ തീവ്രഗതിയുടെ പുരുഷാർത്ഥികളായ കുട്ടികൾക്ക് സദാ അസംഭവ്യത്തെ പോലും സഹജമായി സംഭവ്യമാക്കി മാറ്റുന്ന
ശ്രേഷ്ഠ ആത്മാക്കൾക്ക് സദാ ബാബയുടെ കൂടെ ഇരിക്കുന്ന, ബാബയുടെ സേവനത്തിൽ സഹയോഗിയായിരിക്കുന്ന ഐസെ ബഹത് ബഹത് ഇങ്ങനെയുള്ള വളരെ വളരെ ലക്കിയും ലൗലിയുമായിട്ടുള്ള കുട്ടികൾക്ക് ആജിക്ക് അവ്യക്ത ദിവസയ്ക്ക്, ഇന്നത്തെ അവ്യക്ത ദിവസത്തിൻ്റെ അവ്യക്ത ഫരിസ്ത സ്വരൂപത്തിൻ്റെ സ്നേഹ സ്മരണയും ഹൃദയത്തിൻ്റെ ആശീർവാദങ്ങളും ആശംസകളും. ഓം ശാന്തി. ബാബ ഇന്ന് ഫുള്ളായിട്ടും സംഗമയുഗത്തിൽ നമ്മൾ ജീവൻ മുക്തിയുടെ ആനന്ദത്തിൻ്റെ അനുഭവം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ബാബയുടെ, സദാ ഇല്ലെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ബാബയുടെ സ്നേഹത്തിൻ്റെ അനുഭവം നമ്മൾ കൂടുതലായിട്ടും ചെയ്ത നിമിഷങ്ങളുണ്ടായിരിക്കാം. ഏതെങ്കിലുമൊക്കെ ഭട്ടിയിൽ, മധുബനിൽ പോയ സമയത്ത്, ബാബയുമായിട്ട് മിലനം ചെയ്ത സമയത്ത്, അങ്ങനെ എപ്പോഴെങ്കിലും നമുക്ക് സ്നേഹത്തിൻ്റെ അനുഭവം കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ബാബ പറഞ്ഞത് ആ നിമിഷങ്ങൾ, പരിതസ്ഥിതികൾ വരുന്ന ആ സമയത്ത് നമ്മളതിൻ്റെ അനുഭവം ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് സദാ നമുക്ക് എപ്പോഴും സന്തോഷത്തെ നിലനിർത്താൻ സാധിക്കും. ഇന്ന് ബാബ നമുക്ക് ഡ്രില്ല് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഡ്രില്ല്? പരമാത്മാവിൻ്റെ സ്നേഹത്തിൻ്റെ സംഗമയുഗത്തിൽ ആത്മീയ ആനന്ദത്തിൻ്റെ അനുഭവത്തിൻ്റെ ഡ്രില്ലായിരുന്നു ബാബ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് അനുഭവം ചെയ്യാം. സംഗമയുഗത്തിൽ ജീവിക്കുന്ന നമ്മൾ പരമാത്മാവിൻ്റെ സ്നേഹത്തിൽ മുഴുകി അതിൻ്റെ അനുഭവം നമ്മൾ ഇപ്പോൾ ഒരു നിമിഷം നമുക്ക് ചെയ്യാം. ഓം ശാന്തി.